How's it going? ഞാൻ ബിസ്മയ. വെൽക്കം ടു സോൾട്ട് മാംഗോ പിക്കിൾ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനല്ല, കുഞ്ഞുമ്മയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഹായ്, ഞാൻ സന്ധ്യ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഉഴുന്നുവട റെസിപ്പിയുമായിട്ടാണ്. ഉഴുന്നുവടയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉഴുന്ന് 2 ഗ്ലാസ്, സവാള 2 എണ്ണം, പച്ചമുളക് 3 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ ആവശ്യത്തിന്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനുള്ള 2 ഗ്ലാസ് ഉഴുന്നാണ് ഞാനിവിടെ ഉഴുന്നുവടയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഈ ഉഴുന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ ഉഴുന്നിലോട്ട് വെള്ളം ഒഴിച്ചൊരു 3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. ഉഴുന്ന് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിന് മുന്നേ നമുക്കിതിനകത്തുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ ഈ ഉഴുന്ന് മിക്സിയുടെ ജാറിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് 2 തവണയായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. അരച്ചെടുത്ത ഉഴുന്ന് മാവ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അയച്ചു കൊടുക്കാം. ഇതിങ്ങനെ അയച്ചു കൊടുക്കുന്നത് ഉഴുന്ന് ഇവിടെ നല്ല സ്മൂത്തായി വരാനാണ്. നിങ്ങൾ എത്ര നല്ലതുപോലെ അയക്കുന്നോ അത്രയും സ്മൂത്തായിരിക്കും ഉഴുന്നുവടയുടെ ടെക്സ്ചർ. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് വട്ടത്തിലരിഞ്ഞ പച്ചമുളക് കൂടി ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ചതച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം എൻ്റെ കുട്ടികൾക്ക് കുരുമുളക് കടിക്കുന്നത് ഇഷ്ടമല്ല. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കടായി ചൂടാക്കാനായിട്ട് വെക്കാം. കടായി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ വെള്ളത്തിലോട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കാം. നമുക്കിത് ഈ അളവിൽ മാവെടുത്ത് കൈ കൊണ്ട് ഉരുട്ടി തള്ളവല്ല കൊണ്ട് നടുക്കായി നമുക്ക് ദാണ്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഓരോന്നോരോന്നായി എടുത്ത് ഉരുട്ടി നടുക്ക് ഹോളിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഗോൾഡൻ നിറമാകുമ്പോൾ വേണം നമുക്കിതൊന്ന് കോരി മാറ്റാൻ. നല്ലതുപോലെ മൊരിഞ്ഞ് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഉഴുന്നുവട ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നല്ല തേങ്ങാ ചട്നിയുടെ കൂടെ വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണിത്. ചായക്കടയിൽ ലഭിക്കുന്ന അതേ രുചിയിൽ വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ എവരിവൺ ടേക്ക് കെയർ, ബൈ.